ഹലോ, വെൽക്കം ടു കാസ്മാറ്റിക്. ഇന്ന് നമ്മളുള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണ്. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഒരു 2 ദിവസത്തെ യാത്രയാണ്. ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഓഫ് റോഡ് അഡ്വഞ്ചർ എല്ലാം ഉണ്ട്. നമ്മുടെ കൂടെ ഒരു വാഹനമുണ്ട്. ആ വാഹനം മറ്റേതുമല്ല, പുതിയ മാരുതിയുടെ ജിമ്മി. അപ്പോൾ ഞങ്ങളിത് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 10:45 സമയം. ജിമ്മിയുടെ ഉള്ളിലാണ്. നമ്മളാദ്യം പൊതുവേ ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റിക്കാർ മാത്രമല്ല, ഓഫ് റോഡിങ് വെഹിക്കിളിൻ്റെയൊക്കെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഗഡും റഫും ആണെന്നുള്ളൊരു ഫീലാണ്. പക്ഷേ ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയപ്പോൾ വണ്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗ്ലൈഡ് ഫീലാണ് വരുന്നത്. പുതിയ ജിമ്മിയുടെ K15B സീരീസ് വളരെ സൈലൻ്റാണ്. അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്മൂത്താണ് വണ്ടി ട്രാൻസിഷൻ. അതുപോലെ തന്നെ ടോർക്കിയാണ്. നമുക്ക് ആ പുതിയ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഭയങ്കര ടോർക്കിയാണ്. നമുക്ക് ലോ ബോട്ടം എൻഡിൽ നല്ല ടോർക്ക് നൽകുന്നുണ്ട്. അതൊരു ഓഫ് റോഡിങ് വാഹനത്തിന് വേണ്ട ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ്. അത് ഈ വാഹനത്തിനുണ്ട്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി മാക്സിമമാണ്. നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ പക്ക വിസിബിലിറ്റിയാണ്. വണ്ടി നാരോവറാണ്. സാധാരണ വാഹനം പോലെയല്ല. ഇപ്പോൾ ഒരു താറോ അല്ലെങ്കിൽ വേറൊരു കോമ്പറ്റീറ്റീവ് വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും വണ്ടി ലൈറ്ററാണ്, നാരോവറാണ്. ആ നാരോവറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ട്രാഫിക് കണ്ടീഷനിൽ നമുക്ക് ഏതിൻ്റെ ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കും. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഈ വാഹനത്തിനെ സംബന്ധിച്ച്. ടോർക്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾ മുമ്പിലുള്ളതൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് മുന്നേറാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇതേ നോക്കിയേ, പലരും ജിമ്നി മൈലേജ് ഇല്ല, ഭയങ്കര പ്രശ്നമാണ്, മൈലേജ് വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞു. ഞാനും പകച്ചു ആക്ച്വലി എന്താണെന്നുള്ളത്. അതേ നിങ്ങൾ നോക്കി, മൈലേജ് 14.2. കോൺസ്റ്റൻ്റായിട്ട് ഹൈവേയിലേക്ക് വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ വലിപ്പം എത്രത്തോളം നമ്മുടെ ഡ്രൈവിങ്ങിനെ, പ്രത്യേകിച്ച് ഹൈവേയിലായാലും ഏത് പ്രദേശത്തിലായാലും എങ്ങനെ നമ്മളത് ആശ്രയിക്കും എന്നുള്ളതാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഏറ്റവും ലൈറ്റർ ആവുകയും വാഹനം ഏറ്റവും ലൈറ്റർ ആവുകയും ഏറ്റവും ചെറുതാവുകയും ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ അഡാപ്റ്റബിലിറ്റി, പ്രത്യേകിച്ച് ക്രൗളിംഗ് ഫീച്ചർ, അതുപോലെ തന്നെ വീൽ ആർട്ടിക്കുലേഷൻ, ഈ വക സാഹചര്യങ്ങളിൽ കൂടെ വാഹനം കടന്നു പോകുമ്പോൾ വളരെ ഈസി ആയിട്ടും കൂടുതൽ സ്ട്രെസ് ഇല്ലാതെയും കയറിപ്പോകാൻ സാധിക്കും. അതാണ് ശരിക്കും പറഞ്ഞ ഒരു മികച്ച ഓഫ് റോഡ് വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി. ഈ ചില്ല് UV പ്രൊട്ടക്റ്റഡ് ആണ്, ടിൻറ്റഡ് ഗ്ലാസ് ആണ്. ഇതിന് കൂളിംഗ് ഡബിൾ എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കൊരു ഫിലിമോ ഒന്നും ഒട്ടിക്കേണ്ട. അത് ഓൾറെഡി പുറത്തുനിന്ന് നോക്കിയപ്പോൾ നമ്മളെ ശരിക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്ന ഒരു സെമി ഫീലിലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ജിമ്നിയിൽ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ബ്രസ ഹൈ എൻഡിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയിലുണ്ട്. ഇപ്പോൾ വരുന്ന ചില്ല് മുഴുവൻ ടിൻറ്റഡാണ്. അത് വലിയൊരു ഫീച്ചറാണ്. കാരണം നമ്മുടെ നാട്ടിലെ ചൂട് സഹനീയമാണ്, പ്രത്യേകിച്ച് നമ്മുടെ അവിടുത്തെ ഹ്യൂമിഡിറ്റിയും കൂടിയും വരുമ്പോൾ. അപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ചില്ല് ടിൻറ്റഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ജിമ്നിയുടെ കളർ നോക്കിയിട്ട് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. ഹൈറ്റ് ഫാക്ടർ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ വണ്ടിയിൽ. കാരണം നമുക്ക് പെട്ടെന്ന് വിസിബിലിറ്റി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് വണ്ടി വന്നാൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടുതൽ നൽകുന്നുണ്ട്. എനിക്ക് മറ്റൊരു കാര്യം ഫീൽ ചെയ്തത്, സ്റ്റിയറിങ് കുറച്ച് സ്റ്റിഫറാണ്, ഒരു പൊടി സ്റ്റിഫറാണ്, വെയിറ്റും ഉണ്ട്. അതൊരു തരത്തിൽ നല്ലതാണ്. കാരണം നമുക്കൊരു സ്പീഡ് വിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു വലിയ വണ്ടിയാണെന്നുള്ളൊരു ഫീല് നമ്മളെ എപ്പോഴും ആ ഒരു ക്യാരക്ടർ ലൈനിൽ നമുക്ക് ആ വാഹനത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 15.4 കിലോമീറ്ററാണ് നമുക്ക് ആവറേജ് നമുക്ക് മൈലേജ് തരുന്നത്, 15.4. ആ വാഹനത്തിന് ഒരു അണ്ടുലേഷൻ ഇല്ല കേട്ടോ, അതാണ് എടുത്തു പറയേണ്ടത്. മറ്റേതൊരു കുടച്ചിലോ അല്ലെങ്കിൽ ഒരു ബോഡി റോള്, പ്രത്യേകിച്ച് ബോഡി റോള് കൂടേണ്ടതാണ്. പക്ഷേ താങ്ക്സ് ടു ദാറ്റ് പെർഫെക്റ്റ് സസ്പെൻഷൻ, കുഴിയിലേക്ക് ചാടുമ്പോഴേ പൊതുവേ ഒരു വണ്ടിയിൽ ഒരു തഗ് സൗണ്ട് വരും.
വന്നടിച്ചിട്ട് ആ സൗണ്ട് ഒരിക്കലും ഈ ഒരു സസ്പെൻഷൻ ഫീലില്ല. ഇപ്പോൾ നമ്മൾ ഹൈവേ കഴിഞ്ഞു, സിറ്റി കഴിഞ്ഞു, ഇതേ പക്ക ഫോറസ്റ്റ് സെമി ഓഫ് റോഡിങ് ടെറൈനാണ് ഇപ്പോൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വീലർ ഡ്രൈവിലാണുള്ളത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് എൻജിൻ്റെ ടോർക്കിൻ്റെ ഫീല് ആണ് ഇപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടോർക്ക് ഹെവിയാണ്. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, നമ്മുടെ എ പില്ലർ പ്രത്യേകിച്ച് വളവുകളിൽ വരുമ്പോൾ ഈ എ പില്ലറിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഹെവി കോർണേഴ്സൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 11:15 തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് 147.7 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ഗംഭീര റിസോർട്ട്, പാലക്കാടുള്ള അഗളിയിലെ ഒരു ഗംഭീര റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഓക്സി വാലിയിൽ എത്തിയിരിക്കുകയാണ്. അഗളിയിൽ അടിപൊളിയാണ്. ഇൻഡിപെൻഡൻറ്റ് കോട്ടേജസും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ നേച്ചുറൽ സംഭവങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ആദിവാസികളും അതുപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ പശുക്കളും ഇതൊക്കെ ആയിട്ട് ഒരു 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 വലിയ ഒരു നേച്ചുറൽ ഫീല് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സി വാലിയുടെ എന്തൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ എന്നുള്ളതും ഇവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഓക്സി വാലി റിസോർട്ട്സിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ സുവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. ഓക്കെ, എന്തൊക്കെയാണ് ഓക്സി വാലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ഓക്സി വാലി നമ്മൾ 2015 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 9 years ആയിട്ട് നമ്മൾ നല്ല സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാക്സിമം പ്രകൃതിയെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള, സാർ ഇപ്പോൾ കണ്ടറിഞ്ഞാണല്ലോ, പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇത് ടോട്ടൽ നമുക്കൊരു 40 ഏക്കറിലാണ് നമ്മൾ റിസോർട്ട് ചെയ്തേക്കുന്നത്. അതിലൊരു 8 ഏക്കർ നമ്മൾ കമ്മ്യൂണിറ്റീസിന് മാത്രമായിട്ട്, അതായത് നമ്മുടെ സ്പാ, പൂള്, അതുപോലെ റെസ്റ്റോറൻറ്റ്, ജിംനേഷ്യം, എല്ലാ ഇതുകളും വരുന്നുണ്ട്, ഫെസിലിറ്റീസ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം 5 സ്റ്റാർ അമ്യൂണിറ്റീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ബാക്കി വരുന്ന 32 ഏക്കേഴ്സിലാണ് നമ്മളുടെ വില്ലാസ് വരുന്നത്. നമുക്കിവിടെ ഡോർമെട്രി ഇതുകളൊന്നും ഇല്ല, എല്ലാം വില്ലകളാണ് വരുന്നത്. ഇവിടെ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്പെഷ്യൽ ഓഫ് റോഡ് ട്രാക്ക് ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്. നമുക്ക് ജിംനി സ്പെഷ്യൽ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോവാം. ബാക്കിയുള്ള അമ്യൂണിറ്റീസും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് വില്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 കാറ്റഗറി വില്ലാസാണ് വരുന്നത്. ഒന്ന് എക്കണോമി, സ്റ്റാൻഡേർഡ്, ഡിലക്സ്, സൂപ്പർ ഡിലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 4 കാറ്റഗറി വില്ലാസാണ്. ഇവൻ നമുക്ക് പ്രൈവറ്റ് പൂളുള്ള വില്ലകൾ വരെ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് ഹണിമൂൺ കപ്പിൾസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഹണിമൂൺ വില്ലാസും നമുക്കുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇതാണൊരു ഓവറോൾ സംഭവം. ഇത് നമുക്കത് നടന്ന് കാണാം. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ ജിംനിയുടെ ഉള്ളിലാണ്. ഡ്രൈവ് സ്റ്റോറിക്ക് എന്നെ തരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണിക്കാൻ. അപ്പോൾ ഞാൻ ഡ്രൈവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. 4 വീൽ ഡ്രൈവിൽ എൻഗേജ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ന്യൂട്രലായിരുന്നു, 4 വീലിൽ എൻഗേജ് ചെയ്തു. അതായത് ഡ്രൈവിലേക്ക് ഇടുകയാണ് 4 വീൽ. സോ നൗ ജിംനി ഈസ് മൂവിങ്. ക്രൗൾ ഫീലാണ്. ശരിക്കും ഒരു ക്രാബ് കയറി പോകുന്ന പോലെയാണ് വാഹനം കയറി പോകുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞൊരു ഓഫ് റോഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രീം ഒരു കാറ്റാണ് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് കയറുന്നത്. എക്സ്ട്രീം ടെറൈനാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു എപ്പിസോഡുകളിൽ നമ്മൾ ഇതുപോലൊരു എക്സ്ട്രീം ടെറൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതും. ഒരു വാഹനം സ്പീഡിൽ ഓടിക്കുന്ന എന്തൂസിയാസ്റ്റുകളെ പോലെ തന്നെ ഈക്വലി സാറ്റിസ്ഫൈയിങ് ആണ്. അതുപോലെ തന്നെ സൈലൻ്റ് ആണ് എൻജിൻ. സാധാരണ ഇപ്പോൾ വേറൊരു വാഹനമാണെങ്കിൽ പോലും നമുക്ക് എൻജിൻ സൗണ്ട് കുറച്ച് കൂടുതലാവാൻ സാധ്യതയുള്ളതാണ് 4 വീൽ ഡ്രൈവ് സിസ്റ്റങ്ങളിൽ. പക്ഷേ ഇതിൽ ഭയങ്കര സൂപ്പർ സൈലൻ്റ് ആണ്, കംഫർട്ടബിളാണ്, പ്രീമിയം റിച്ച് ഇൻറ്റീരിയർ കൂടിയാണ് ഈക്വലി. അപ്പം നല്ല വെയിലാണ് പുറത്ത്.
നമ്മൾ വി ആർ എക്സ്പീരിയൻസിങ് 20 ഡിഗ്രി ഇൻസൈറ്റ്. കൂളിംഗ് ശരിക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയുന്നില്ല, ഇപ്പോൾ ടെറൈനിൽ നമ്മളിപ്പോൾ ശരിക്കും പിടിച്ചു പോകണം. ഞാൻ ആക്സിലേറ്റർ അമർത്തിയിട്ടില്ല, നിങ്ങൾക്ക് നോക്കാം. ആക്സിലേറ്റർ ഞാൻ അമർത്തിയിട്ടില്ല, അതായത് ആക്സിലേറ്റർ ഇല്ലാതെയാണ്, ആക്സിലേറ്റർ കൊടുക്കാതെയാണ് വണ്ടി പോകുന്നത്. ക്രൗൾ ഫംഗ്ഷനിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഓഫ് റോഡിങ് വെഹിക്കിളിന് വേണ്ടതായിട്ടുള്ള എലമെൻറ്റ്സ്. അതുപോലെ തന്നെ വിസിബിലിറ്റി. ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പുല്ലാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ വാഹനത്തിൻ്റെ ഡയമെൻഷൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡ്രൈവിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ തൈ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഒരു മാനുഫാക്ചർ അതിനെ മികച്ച രീതിയിൽ വാർത്തെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉണ്ട്. ഹിൽ ഡിസെൻറ്റ് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. പതുക്കെ അത് ഹിൽ ഡിസെൻറ്റ് പിടിച്ച് അത് പതുക്കെ പോകും. നമുക്കിത് ഇവിടെ സ്പീഡോമീറ്ററിൽ നമുക്ക് ആ ഹിൽ ഡിസെൻറ്റ് ഫീൽ കാണാൻ സാധിക്കും. ഹിൽ ഡിസെൻറ്റ്, നമ്മളിപ്പോൾ ഹിൽ ഡിസെൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിലുള്ള ഒബ്സ്റ്റക്കിൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി. എക്സ്ട്രീം ഒബ്സ്റ്റക്കിളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 4x4 നമ്മൾ ഉള്ളിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ക്യാം ഷെൽ ബോണറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നിങ്ങൾ വിശേഷിപ്പിച്ചു. ആ ഒരു വിശേഷണത്വം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു തടസ്സവുമില്ലാത്ത ബോണറ്റാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതാണ് ആ ക്യാം ഷെൽ എന്ന് പറയുന്ന ആ ഡിസൈൻ കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ അത് വളരെയധികം ആ ഡിസൈൻ എലമെൻറ്റ് നമ്മളെ വളരെയധികം ഡ്രൈവിങ്ങിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സ്ട്രീം കണ്ടീഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ 4x4 ഇട്ടിട്ടുണ്ട്. ഒരു ലൂസ് സോയിൽ ഏരിയ ആണ് നമ്മൾ കൊടുത്ത് ഇതേ ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണ്. അതേ എക്സ്ട്രീം കണ്ടീഷനിൽ വാഹനം വലിക്കുകയാണ്. സിമ്പിളാണ്. എനിക്ക് ട്രോട്ടിൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ടോർക്കിൻ്റെ ഫീല് നമുക്ക് ശരിക്കും ആ 134 Nm ടോർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് പ്രവൃത്തിയിൽ വരുമ്പോഴുള്ള ഫീല് ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈവൻ ടെറൈനിലാണ്. ഈവൻ ടെറൈൻ പക്ഷേ 4x4 തന്നെ വേണം. അപ്പോൾ ജിംനിയുടെ ഇൻസൈഡ് ഇൻറ്റീരിയർ ഭയങ്കര റിഫൈൻഡ് ആണ്. 1.5 ലിറ്റർ K15B സീരീസ് എൻജിൻ, മികച്ച എൻജിനാണ്, ഒരു സംശയവുമില്ല. സൂപ്പർബ്. പിന്നെ നമ്മുടെ നാട്ടിലെല്ലാവരും പറയുന്നത് മൈലേജ്. ഈ വാഹനം ഒരു മൈലേജ് ഡ്രിവൺ അല്ല, ഇതൊരു പാഷൻ ഡ്രിവൺ വെഹിക്കിളാണ്. ഇതിന് നമുക്ക് ഏറ്റവും മാക്സിമം 16.6 കിലോമീറ്റേഴ്സും ഇപ്പോൾ വേസ്റ്റ് 4x4 ലെവലിൽ നമുക്ക് 10.7 കിലോമീറ്റേഴ്സുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മികച്ച ഫിഗർ തന്നെയാണ്. ഒരു ഓഫ് റോഡറെ സംബന്ധിച്ച് നല്ലൊരു ഫിഗറാണ്. പ്രാക്ടിക്കാലിറ്റി അറ്റ് റീച്ചാണ്. വാഹനം ലൈറ്ററാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റു വാഹനങ്ങൾ ഇപ്പോൾ ജീപ്പൊക്കെ ഉപയോഗിക്കുന്ന ജീപ്പും അതുപോലെ തന്നെ മറ്റ് 4 വീൽ ഡ്രൈവുകൾ ഉപയോഗിക്കുന്ന പോലെയല്ല, ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവ് സ്റ്റോറിയുടെ കൂടെ നമ്മുടെ ഡ്രൈവിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ നമ്മുടെ സുവിൻ ചേർന്നിട്ടുണ്ട് ഓക്സി വാലിയുടെ. എങ്ങനെയുണ്ട് ഇൻസൈഡ് ഒരു റിയർ സൈഡിൽ ഇരിക്കുമ്പോഴുള്ള ഫീൽ എങ്ങനെയുണ്ട് വണ്ടിയിൽ, ജിംനിയിൽ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ജിംനി എന്ന്. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയും കംഫർട്ടായിട്ടുള്ള ഒരു ഓഫ് റോഡർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇതിലിപ്പോൾ ഞാനിപ്പോൾ 5'11" എൻ്റെ ഹൈറ്റ്. എനിക്ക് നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം തൈ സപ്പോർട്ട് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും നല്ല റൂമി ആയിട്ടുള്ള അത്യാവശ്യം സ്ഥലം നമുക്ക് സ്പേസ് ഉണ്ട് പുറകിൽ. ഹെഡ് സ്പേസ് ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഇതുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും പറയും ഞാൻ തള്ളി മറിക്കുകയാണ്, ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. ഇത് റിയൽ ഓഫ് റോഡിങ് വെഹിക്കിൾ തന്നെയാണ്. നമ്മുടെ ജിംനിയുടെ ഡ്രൈവ് സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യാണ്. ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ഓഫ് റോഡിങ് വെഹിക്കിളാണ്. ഇതിനെ അടുത്തറിയാത്തവരും ഇതിനെ പുറത്തുനിന്ന് കമൻറ്റ് ചെയ്യുന്നവരാണ് എനിക്ക് തോന്നുന്നു പലരും അതൊരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സിൽ പോകുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് ഓഫ് റോഡറാണ്. വിത്തിൻ ദ റീച്ച് വാങ്ങിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഇത്. പല കളേഴ്സിലും അവൈലബിൾ ആണ്. എനിക്ക് ഈ വാഹനത്തിൻ്റെ കൈനറ്റിക് യെല്ലോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എവിടെ ചെന്നാലും ആ കൈനറ്റിക് യെല്ലോ ഒരുപാട് പേര് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ വരും വരെ മീ ഡേവിസ് ചെർമൽ സൈനിങ് ഓഫ്
ഫോർ കാസ്മാറ്റിക്. നിങ്ങളുടെ വിലയേറിയ കമൻസും കാര്യങ്ങളും ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.